അയോധ്യയിൽ മ്ലാനത. വനത്തിൽ കുറേ ദൂരത്തോളം രാമനെ അനുഗമിച്ച ശേഷം തിരിച്ചുവന്ന നിഷാദരാജാവ് ഗംഗാതീരത്തിൽ സ്വന്തം രഥത്തിലിരിക്കുന്ന മന്ത്രി സുമന്ത്രരെ കണ്ടു. കുതിരകളെ അടുത്തുള്ളൊരു മരത്തിൽ ബന്ധിച്ചിരുന്നു. സുമന്ത്രർ ഏകാഗിയായി വിലപിക്കുകയും പുലമ്പുകയും ചെയ്യുന്നത് ഗുഹൻ കണ്ടു. ഈ സമയം വരെ താൻ അടക്കി നിർത്തിയ മനോവ്യത ഗുഹനു തന്നെ അപ്പോൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം രാമ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് സുമന്ത്രരുടെ സമീപത്തേക്ക് ഓട്ടി. ഗുഹൻ ആ വൃദ്ധമന്ത്രിയെ ആശ്ലേഷിച്ചു. ശോകം വാക്കുകളിൽ പ്രകടിപ്പിക്കാനാവാത്തതുകൊണ്ട് രണ്ടുപേരും ഉറക്കെ വിലപിച്ചു. അവർ ഇരുവരും ശോകത്താൽ കോടാലികൊണ്ട് വെട്ടിയിട്ട പോലെ നിലത്തുവീണു. സീതയെയും രാമന്റെയും ലക്ഷ്മണന്റെയും വിധിയെപ്പറ്റി പറഞ്ഞ് അവർ കണ്ണുനീർ വാർത്തു. ഈ ആപത്തുകൾക്കെല്ലാം കാരണക്കാരിയായ കൈകേയിയെ ശക്തമായി ശകാരിക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ കുതിരകൾ മെഞ്ഞു തിന്നുന്നത് നിർത്തി. അവ വെള്ളം കുടിക്കുക പോലും ചെയ്തില്ല. അവരുടെ കണ്ണുകളിൽ നിന്ന് ബാഷ്പം ഉതിർന്നു വീണുകൊണ്ടിരുന്നു. സുമന്ത്രരും ഗുഹനും സീതയുടെയോ രാമന്റെയോ ലക്ഷ്മണന്റെയോ നാമമുച്ചരിക്കുമ്പോഴെല്ലാം കുതിരകൾ തലയുയർത്തി വിഹാർത്തരായി വിഷമിക്കുന്ന ആ രണ്ടാളുകളെപ്പോലെ തന്നെ അവരങ്ങളുടെ സങ്കടം മനസ്സിലാക്കിയ സുമന്ത്രർക്ക് മനോവേദന കൂടുതലായി നിന്നു. അവസാനം ഗുഹൻ അല്പം കുറേ മണിക്കൂറുകൾക്ക് ശേഷം കുറേ ധൈര്യം സമാഹരിച്ചു. അവരിൽ അല്പം ആശ്വാസത്തിലായി. അദ്ദേഹം അശേഷം ആരെങ്കിലും ആവശ്യം അങ്ങനെ ചെയ്യുന്നതല്ലല്ലോ. അദ്ദേഹം സുമന്ത്രരെ ഇപ്രകാരം അഭിസംബോധന ചെയ്തു. ഹേ സജീവോത്തമ, അങ്ങ് അഗാധബുദ്ധിയുള്ളയാളാണ്. ധർമാചരണത്തിൽ അങ്ങേക്ക് ദൃഢനിശ്ചയമുണ്ട്. ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളിലൂടെ പിന്നിലെ യാഥാർത്ഥ്യം അങ്ങ് തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നു. വിധി അസാധാരണമായ ജാലവിദ്യകൾ കാണിക്കുന്നു. അതുകൊണ്ട് അവ സഹിക്കാൻ പഠിച്ചേ തീരൂ. എഴുന്നേൽക്കൂ, അയോധ്യയിലേക്ക് മടങ്ങൂ. അങ്ങയെ കാണാനും അങ്ങയിൽ നിന്നും വിവരങ്ങളറിയാനും കൊതിച്ചുകൊണ്ടിരിക്കുന്ന കൗസല്യയെയും സുമിത്രയെയും വിവരങ്ങളറിയിക്കൂ. ഗുഹൻ നിലത്തുനിന്ന് സുമിത്രരെ ഗുഹൻ ശക്തി ഉപയോഗിച്ച് പിടിച്ചെഴുന്നേൽപ്പിച്ചു. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി തേരിലിരുത്തി. കുതിരകളെ അഴിച്ചുകൊണ്ടുവന്ന് നടുത്തണ്ടിൽ കെട്ടുകയും ചെയ്തു. ഗുഹൻ നിർബന്ധിക്കുന്നത് ശരിയായ കാര്യമാണെന്ന് സുമിത്രർ മനസ്സിലാക്കി. അന്ധമായ ധൈര്യത്തിന്റെ പെട്ടെന്നുള്ള പ്രവർത്തനത്താൽ പ്രേരിതനായി ആ വൃദ്ധൻ മുന്നോട്ടു നീങ്ങാൻ കുതിരകൾക്കടയാളം നൽകി. രാമവിരഹം മൂലമുണ്ടായ കഠിനവ്യത കാരണം അദ്ദേഹത്തിന്റെ ശരീരശേഷി നശിച്ചിരുന്നു. അതിനാൽ എത്ര തന്നെ ശ്രമിച്ചിട്ടും മുമ്പത്തെപ്പോലെ തേരോടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം രഥത്തിൽ ഉരുണ്ടുവീണു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ പലവട്ടം എഴുന്നേറ്റിരുന്നു. കുതിരകളോ? അവ ഇളകാൻ കൂട്ടാക്കിയില്ല. അവ കഴുത്ത് തിരിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോകാൻ ശ്രമിക്കുകയായിരുന്നു. സുമിത്ര തന്നെയും തന്റെ വിധിയെയും ശപിച്ചു. ഞാൻ ഹീനനാണ്. അദ്ദേഹം തുടർന്നു. നിന്ദ്യമായ എന്റെ ജീവിതം അവസാനിക്കട്ടെ. ഈ ശരീരം ഏതെങ്കിലും ഒരു ദിവസം കത്തിച്ച് ചാമ്പലാകേണ്ടിവരും. വല്ല രോഗത്താലോ ലൗകികമായ ആപത്താലോ മരിക്കുന്നതിനേക്കാൾ രാമവിരഹം മൂലമുണ്ടായ അസഹ്യമായ പ്രാണവേദനയിൽ മരിക്കുകയാണെങ്കിൽ അതേറ്റവും നന്നായി. അതെന്റെ കീർത്തി അനശ്വരമാക്കും. ജീവിതത്തിലെ എല്ലാ ദോഷങ്ങൾക്കും അതൊരു മതിയായ നഷ്ടപരിഹാരമാകുമായിരുന്നു. ഇല്ല സുമിത്രരെ, അദ്ദേഹം തന്നോട് തന്നെ തുടർന്നു. നിനക്ക് ഭാഗ്യമുണ്ടായിരുന്നുവെങ്കിൽ നീ രാമന്റെ കൂടെ തന്നെ ഉറച്ചു നിൽക്കുമായിരുന്നു. ദൗർഭാഗ്യം നിന്നെ പിന്തിരുമ്പോൾ മടങ്ങിവന്ന് ജീവനോടെ ഇരിക്കുകയല്ലാതെ നിനക്ക് മറ്റെന്ത് കഴിയും? ഇപ്പോൾ ഇങ്ങനെ പരിതപിച്ച് സ്വയം കുറ്റപ്പെടുത്തിയിട്ട് എന്തു കാര്യം? സുമിത്രർ ഈ രീതിയിൽ ഏറ്റവും നിർദ്ദയമായി സ്വയം ഭർസിച്ചു. അദ്ദേഹം വീണ്ടും തന്നോട് തന്നെ സംഭാഷണം തുടർന്നു. ഞാനെന്നൊരു മുഖവുമായിട്ടാണ് അയോധ്യയിലേക്ക് ചെല്ലുക. രാമനെവിടെ എന്ന് പൗരന്മാർ ചോദിച്ചാൽ ഞാൻ എന്തു മറുപടി പറയും? രാമനെ വനത്തിൽ വിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഞാൻ എന്തുത്തരം പറയും? ലജ്ജയും ദുഃഖവും മൂലം ഞാൻ നിസ്സഹായനാകയില്ലേ? എന്റെ ഹൃദയം കല്ലായിപ്പോയിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഹൃദയം പൊട്ടി മരിക്കുന്നില്ല? സുമന്ത്രർ തന്റെ ഹീനത്വം കൊണ്ട് മടുപ്പോയി. അദ്ദേഹം നിരാശയാൽ കൈകൂപ്പിത്തിരുമ്മി. ജനങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പകൽ സമയത്ത് താൻ നഗരത്തിലേക്ക് പ്രവേശിക്കരുതെന്ന് അദ്ദേഹം തീരുമാനിച്ചു. എല്ലാവരും ഉറങ്ങാൻ പോയി ഗാഢനിദ്രയിലാണ്ടിരിക്കുന്ന രാത്രിയിൽ നഗരത്തിൽ കടക്കുന്നത് അത്ര അപമാനകരമായിരിക്കുകയില്ല. എന്നാൽ ഉടനെ അദ്ദേഹത്തിന്റെ മനസാക്ഷി ഇപ്രകാരം അദ്ദേഹത്തോടു പറഞ്ഞു. എന്ത്? അയോധ്യയിലെ ജനങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉറങ്ങാൻ കഴിയുമോ? ഇല്ല, ഇല്ല, അവർക്കാവുകയില്ല. അവർക്കങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ അനുമാനിക്കുന്നത് എന്റെ വിഡ്ഢിത്തവും അജ്ഞതയും കൊണ്ടാണ്. രാമനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരത്തിനായി അവർ കാത്തിരിക്കുന്നുണ്ടാവും. അവർ ഉണർന്നിരിക്കുകയാവും. രാത്രിയിലായാലും പകലായാലും ഞാൻ നഗരത്തിൽ കടന്നാൽ നേരിടേണ്ട അപമാനത്തിൽ നിന്നും രക്ഷപ്പെടാൻ എനിക്കാവുകയില്ല. ശരി, രാമന്റെ അനുഗ്രഹം അർഹിക്കാത്ത എനിക്ക് ഈ ദുർവിധിയാണ് ശരിയായ പ്രതിഫലം. ഞാനത് അഭിമുഖീകരിക്കുകയും ആ അപരാധത്തിന്റെ ഭാരം വഹിക്കുകയും ചെയ്യുന്നതായിരിക്കും ഉത്തമം. ഇങ്ങനെ സുമന്ത്രർ നിന്നും പതുക്കെ നടന്നും സ്വയം ചോദ്യങ്ങളുണ്ടാക്കിയും അവയ്ക്ക് ഉത്തരം നൽകിയും യാത്ര തുടർന്നു. ഒടുവിൽ അദ്ദേഹം തമസാനദിയുടെ തീരത്തെത്തി.
അവിടെ കുറേ സമയം ചെലവഴിക്കാൻ തീർച്ചയാക്കി. കുതിരകൾ മേയുന്നതിനും ജനങ്ങളെല്ലാം സുഖനിദ്രയിലായിരിക്കുമ്പോൾ രാത്രിയിൽ ആളൊഴിഞ്ഞ സമയത്ത് നഗരത്തിൽ പ്രവേശിക്കുന്നതിന് സ്വയം തയ്യാറാവുന്നതിനുമായിരുന്നു അത്രയും സമയം. ഒടുവിൽ രഥം നഗരവാടം കടന്നു. രാജവീഥികളിൽ കൂടി സഞ്ചാരം തുടർന്നു. ചക്രങ്ങളിൽ നിന്നും കുളമ്പടികൊണ്ടും ശബ്ദമുണ്ടാകാതിരിക്കുന്നതിനായി സുമന്ത്ര പ്രത്യേകം ശ്രദ്ധിച്ചു. ഒച്ചിന്റെ രീതിയിലാണ് രഥം നീങ്ങിയത്. പക്ഷേ കുതിരകളുടെ പ്രാണവേദന ആർക്ക് നിശബ്ദമാക്കാൻ കഴിയും? രാമനെ രഥത്തിൽ വലിച്ചുകൊണ്ടുപോയിരുന്ന വീഥികൾ അവ തിരിച്ചറിഞ്ഞു. തങ്ങളുടെ പ്രിയപ്പെട്ട രാമൻ അത്യന്തം അകലെയാണെന്നുള്ള വിധിയെ ഓർത്ത് അത്യുച്ചത്തിലമറി. നഗരവാസികൾ കരുണാർദ്രമായ ഈ ഹേഷാരവം കേട്ടു. അവർ ശ്രദ്ധിച്ചു. സുമന്ത്രർ ശൂന്യമായ രഥവുമായി മടങ്ങിവരികയാണെന്ന് അവർ അന്യോന്യം പറഞ്ഞു. ശോകാത്മകമായ ഈ കാഴ്ച കാണാനായി അവർ തെരുവീഥികളിലേക്ക് ഓട്ടി. റോഡിന്റെ ഇരുവശങ്ങളിലുമായി നിന്നു. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ സുമന്ത്രർ തലതാഴ്ത്തി. അദ്ദേഹത്തെ ഈ ദയനീയഭാവത്തിൽ കണ്ടപ്പോൾ രാമൻ തിരിച്ചുവന്നിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി. അവർ നിന്നേടത്തുതന്നെ ബോധം കെട്ടുവീണു. അനേകം ആളുകൾ ഉറക്കെ കരഞ്ഞു. രാജന്തിമാരുടെ കൊട്ടാരങ്ങളിലെ നിവാസികൾ കുതിരകളുടെ ദുഃഖാത്മകമായ ശബ്ദം കേട്ടപ്പോൾ കാരണമെന്തെന്നറിയാൻ പരിചാരകന്മാരെ തിരക്കിട്ടയച്ചു. അവർ കൂട്ടമായി ചെന്നു സുമന്ത്രരെ കണ്ടു. അദ്ദേഹത്തിന്മേൽ ചോദ്യങ്ങൾ വർഷിച്ചു. സുമന്ത്രർ ഉത്തരം കൊടുക്കാൻ വാക്കുകളൊന്നും കിട്ടാതെ മൂകനെപ്പോലെ മ്ലാനവദനനും വിഷണ്ണനുമായി അവിടെയിരുന്നു. അവരുടെ ആത്മാർത്ഥമായ ചോദ്യങ്ങൾ കേൾക്കാൻ കഴിവില്ലാത്ത ബധിരനെന്നു തോന്നുമാറ് തകർന്നൊരു സ്തംഭം പോലെ അദ്ദേഹം നിശ്ചലമായി നിന്നു. അയോധ്യയ്ക്കു മടങ്ങാനുള്ള എല്ലാ അപേക്ഷകളും നിർബന്ധങ്ങളും രാമൻ തള്ളിക്കളഞ്ഞിരിക്കുന്നുവെന്ന് പരിചാരകന്മാർ മന്ത്രിയുടെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാക്കി. അവർ കരഞ്ഞു. അല്ലയോ മന്ത്രി, അങ്ങ് സീതയെ ഭീതിജനകമായ വനത്തിൽ വിട്ടിട്ട് തനിയെ മടങ്ങിവരികയാണോ? ഇതു പറഞ്ഞുകൊണ്ട് പലരും പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. മറ്റുള്ളവരെക്കാൾ കൂടുതൽ ധൈര്യവതിയായ ഒരു പരിചാരിക സുമന്ത്രർ നേരെ കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് ചെല്ലണമെന്ന് അവർ കൽപ്പിച്ചതായി അറിയിച്ചു. അവിടെ നിദ്രയോ ഭക്ഷണമോ ഇല്ലാതെ അടുക്കും ചിട്ടയുമില്ലാത്ത വസ്ത്രങ്ങളുമായി ദശരഥൻ വെറും നിലത്ത് നീണ്ടുകിടക്കുന്നതായി സുമന്ത്രർ കണ്ടു. അദ്ദേഹം തള്ളിവരുന്ന ദുഃഖമടക്കി ജയ ജയ എന്നുച്ചരിച്ചു. ചക്രവർത്തിയുടെ സന്നിധിയിൽ ആദ്യമായി എത്തുമ്പോൾ പരമ്പരാഗതമായി ഉച്ചരിക്കുന്നതാണ്. ആപാദചൂടം വിറച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നു. മന്ത്രിയുടെ സ്വരം തിരിച്ചറിഞ്ഞ ദശരഥൻ ക്ഷണം എഴുന്നേറ്റിരുന്ന് സങ്കടത്തോടുകൂടി ചോദിച്ചു, സുമന്ത്രരെ, എന്റെ രാമനെവിടെ? സുമന്ത്രർ ചക്രവർത്തിയെ തന്റെ ഭുജങ്ങൾക്കുള്ളിലാക്കി ആശ്ലേഷിച്ചു. മുങ്ങിത്താവാൻ പോകുന്നയാൾ ഒരു പുൽത്തണ്ടിൽ പിടിച്ചു തൂങ്ങുന്ന പോലെ ചക്രവർത്തി അദ്ദേഹത്തെ മുറുകെ പിടിച്ചു. ആളവറ്റ ദുഃഖം മൂലം ഇരുവരും കരയുന്നത് കണ്ടപ്പോൾ കൗസല്യ ശോകനിഗ്നയായി. അവർ ശ്വാസോച്ഛ്വാസത്തിന് വിഷമിച്ച് കിതച്ചു. പ്രാണവേദന കൊണ്ട് ദയനീയമായ വിധം വീർപ്പുമുട്ടിയ നിലയിലായി. പരിചാരികമാർ ഇതു കണ്ടു. അവർ ഉച്ചത്തിൽ വിലപിച്ചു. രാജ്ഞിയെ സാന്ത്വനപ്പെടുത്തുവാനും പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരുവാനും അവർ തീവ്രയത്നം ചെയ്തു. ഇതിനിടയിൽ ദശരഥൻ കുറേയൊക്കെ ധൈര്യം സമാഹരിച്ച് സുമന്ത്രരെ തന്റെ മുമ്പിലിരുത്തി. അദ്ദേഹം മന്ത്രിയോട് ചോദിച്ചു, സുമന്ത്രരെ, എന്റെ സീതയെയും രാമനെയും കുറിച്ച് എന്നോട് പറയൂ. അവർ എപ്പറ്റിയെല്ലാം പറഞ്ഞു കേൾപ്പിക്കൂ. ലക്ഷ്മണൻ എങ്ങനെയിരിക്കുന്നു? ഇളംപ്രായമുള്ള സീത വളരെ തളർന്നിട്ടുണ്ടായിരിക്കണം. അവരിപ്പോൾ എവിടെയാണുള്ളത്? പറയൂ. സുമന്ത്രർ മറുപടി പറയുവാൻ ഉത്സുകനല്ലെന്നു കണ്ടപ്പോൾ ചക്രവർത്തി അദ്ദേഹത്തിന്റെ ചുമലിൽ പിടിച്ചുകുലുക്കി വളരെ കരുണാർദ്രമായി അഭ്യർത്ഥിച്ചു. ചക്രവർത്തിയുടെ മുഖത്ത് നോക്കാനാവാത്ത വിധം അത്ര ലജ്ജിതനായിരുന്നു സുമന്ത്രർ. കണ്ണീരൊഴുകുന്ന ദൃഷ്ടികളോടുകൂടി അദ്ദേഹം നിലത്തുനോക്കി നിന്നു. സുമന്ത്രർക്ക് സംസാരിക്കാൻ സാധിച്ചില്ല. ദശരഥൻ വിലാപം തുടർന്നു. ഓ രാമ, നിന്നെപ്പോലെയുള്ള ഒരു പുത്രൻ പോയിട്ടും എന്റെ ശ്വാസം ഈ ചട്ടക്കൂടിൽ വിടാതെ നിൽക്കുന്നു. എനിക്ക് തുല്യനായൊരു പാപി ഈ ലോകത്തിലില്ല. സുമന്ത്രരെ, എന്റെ സീതയും രാമനും ലക്ഷ്മണനും ശരിയായും എപ്പോഴാണുള്ളത്? എന്നെ വേഗം അവരുടെ സമീപം കൊണ്ടുപോകൂ. ഈ ഉപകാരം എനിക്കുവേണ്ടി ചെയ്യൂ. എന്റെ ഈ ആഗ്രഹം സാധിപ്പിക്കൂ. അവരെ കാണാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധ്യമല്ല. മോഹിതനും ഉന്മത്തനുമായ ഒരാളെപ്പോലെ അദ്ദേഹം വേദനയോടെ ഉച്ചത്തിൽ പറഞ്ഞു. രാമ, ഓ രാമ, ഞാൻ നിന്നെ ഒരിക്കലെങ്കിലും ഒന്ന് കണ്ടുകൊള്ളട്ടെ. നിന്നെ കാണാനുള്ള അവസരം എനിക്ക് തരികയില്ലേ? ചക്രവർത്തിയുടെ സ്ഥിതിയിൽ ദുഃഖിതരായ പരിചാരികമാർക്കു പറഞ്ഞു. രാജാധിരാജ, അങ്ങ് ഏറ്റവും വിവേകമുള്ളയാളും ജ്ഞാനിയുമാണ്. വീരന്മാരുടെ മുഷയിൽ വാർത്തെടുക്കപ്പെട്ടവനാണ്. അങ്ങേക്ക് വമ്പിച്ച പ്രാപ്തികളുണ്ട്. അങ്ങയുടെ വംശം ദിവ്യമാകുന്നു. അങ്ങെല്ലായ്പ്പോഴും തപസ്സികളെയും സന്യാസിമാരെയും സേവിച്ചിട്ടുണ്ട്. പകലിന്റെ പിന്നാലെ രാവും, രാവിന്റെ പിന്നാലെ പകലും, ധനവും നിസ്സതയും, സുഖവും ദുഃഖവും സാന്നിധ്യവും വിരഹവും ഒന്നിനു പുറകെ മറ്റൊന്നായി ഒരുതരം അനിവാര്യതയോടെ വരുന്നുവെന്ന് അങ്ങേക്കറിയാം. വിഡ്ഢികൾ മാത്രമേ സുഖം വരുമ്പോൾ ആനന്ദതുന്തിലരും ദുഃഖം വരുമ്പോൾ അധീരന്മാരും ഹതാശരുമായിത്തീരുകയുള്ളൂ.
അങ്ങയെപ്പോലുള്ള ജ്ഞാനികൾ ഈ രണ്ടിൽ ഏതേറാലും കുലുങ്ങുകയില്ല. എന്തു സംഭവിച്ചാലും സമചിത്തത പാലിക്കും. ഈ അവസ്ഥ ധീരതയോടെ നേരിടണമെന്ന് അങ്ങയെ ഉപദേശിക്കേണ്ട സ്ഥിതിയൊന്നും എനിക്കില്ല. കാരണം ധൈര്യത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് എന്നെക്കാൾ അങ്ങേക്കാണ് കൂടുതൽ അറിയുക. ഓ ധീരനായ ചക്രവർത്തി, എന്റെ അഭ്യർത്ഥന ശ്രദ്ധിക്കൂ. ഈ ദുഃഖം ഉപേക്ഷിക്കൂ. അവരോടൊമിച്ച് ഞാൻ യാത്ര ചെയ്തതിനെ സംബന്ധിച്ച വസ്തുതകൾ ഇപ്പോൾ വിവരിക്കാം. ശാന്തമായി ശ്രദ്ധിച്ചാലും. ഇത് കേട്ടപ്പോൾ കൗസല്യ പരിചാരികമാരാൽ ഒരു തരത്തിൽ എഴുന്നേറ്റു. പരിചാരികമാരെ ചാരിയിരുന്നുകൊണ്ട് സുമന്ത്രർ പറയുന്നത് കേൾക്കാൻ തയ്യാറായിരുന്നു. സുമന്ത്രർ തുടങ്ങി. സ്വാമി, ഒന്നാമത്തെ ദിവസം ഞങ്ങൾ തമാസാ നദിയുടെ തീരം വരെ സഞ്ചരിച്ചു. സീതയും രാമനും ലക്ഷ്മണനും ആ നദിയിൽ സ്നാനം ചെയ്ത് അല്പം ജലപാനം ചെയ്ത ശേഷം ഒരു പന്തലിച്ച മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ ഗംഗാതീരത്തെത്തി. എല്ലാ ഭാഗത്തുനിന്നും അന്ധകാരം ആക്രമിക്കുകയായിരുന്നു. രാമന്റെ ആജ്ഞയനുസരിച്ച് ഞാൻ രഥം നിർത്തി. 3 പേരും കുളിച്ച് മണൽത്തട്ടിൽ വിശ്രമിച്ചു. പ്രഭാതം പൊട്ടിവിർന്നപ്പോൾ രാമൻ ലക്ഷ്മണനോട് പേരാലിന്റെ നീർ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ലക്ഷ്മണൻ അതുകൊണ്ടുവന്നു. രാമൻ അത് മുടിയിൽ പുരട്ടി. കേശം മൂർധാവിൽ നിൽക്കത്തക്കവിധം ജടപിടിപ്പിച്ചു. ഇതിനിടയിൽ രാമന്റെ സുഹൃത്തായ നിഷാദരാജാവ് ഒരു തോണി വരുത്തി. സീതയെ ആദ്യം തോണിയിൽ കയറ്റി. അനന്തരം രാമൻ കടന്നുവരുന്നു. രാമന്റെ ആജ്ഞയനുസരിച്ച് ലക്ഷ്മണനും അമ്പും വില്ലുമായി തോണിയിൽ കയറി. സഹിക്കണമെന്ന അപേക്ഷയും അദ്ദേഹം അങ്ങനെ അറിയിക്കണമെന്നോട് നിർദ്ദേശിക്കുകയും ചെയ്തു. അയോധ്യയിൽ അറിയിക്കണമെന്ന് രാമൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അനുഗ്രഹത്തിനുള്ള പ്രാർത്ഥനയും അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സ്വാമി രാമൻ എന്നോടിങ്ങനെ പറഞ്ഞു. ധീരതയോടും വിവേകത്തോടും കുലഗുരുവിനോട് എന്റെ ഭക്തി അറിയിക്കുക. സംഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് സങ്കടപ്പെടരുതെന്ന് എന്റെ അച്ഛനെയും ഉപദേശിക്കുക. പിന്നെ രാമൻ ഇപ്രകാരം നിർദ്ദേശിച്ചു. മന്ത്രിമാരെയും അയോധ്യയിലെ പൗരന്മാരെയും രാജവംശത്തിലെ ബന്ധുജനങ്ങളെയും വിളിച്ചുകൂട്ടി ഞാൻ പ്രത്യേകമായും ചെയ്യുന്ന ഈ അപേക്ഷ അവരെ അറിയിക്കുക. അവരുടെ കൂട്ടത്തിൽ എന്റെ അച്ഛന്റെ ജീവിതം സന്തുഷ്ടമാക്കാൻ സഹായിക്കുന്നവർ മാത്രമാണ് എനിക്ക് പ്രിയപ്പെട്ടവർ. രാമൻ തുടർന്നു. ഭരതൻ വന്നാൽ അവനെ എന്റെ അനുഗ്രഹങ്ങൾ അറിയിക്കുക. സാമ്രാജ്യത്തിന്റെ ഭരണഭാരം സ്വീകരിക്കാനും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും പരിശുദ്ധമായ മാർഗ്ഗങ്ങൾ വഴി ജനങ്ങളുടെ ക്ഷേമം പോഷിപ്പിക്കാനും നീതിയും പൂർണ്ണതയും ഭദ്രതയും സൂക്ഷിക്കാനും വർദ്ധിപ്പിക്കാനും അവന് നിർദ്ദേശങ്ങൾ കൊടുക്കുക. എന്നിൽ നിന്ന് വേർപെട്ടതിലുള്ള കഠിനവേദന വിസ്മരിക്കത്തക്കവണ്ണം അവൻ മാതാപിതാക്കന്മാരെ സേവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതായും പറയുക. രാമൻ ഈ കാര്യങ്ങൾ പറയുവാൻ എന്നെ ഏൽപ്പിക്കുമ്പോൾ സീതയും എന്നെ സമീപിച്ചു. ഒരു കാര്യത്തിനും ഒരു കുറവില്ലാതെ താൻ രാമനോടുകൂടി സുഖമായി കാലയാപനം ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെ അറിയിക്കണമെന്ന് എന്നോട് പറയുകയുണ്ടായി. ഭർത്തൃമാതാവിന്റെയും പിതാവിന്റെയും പാദങ്ങളിൽ നമസ്കാരം സമർപ്പിക്കണമെന്നും ദേവി എന്നോട് ആവശ്യപ്പെട്ടു. തന്നെപ്പറ്റി ഒരു നിലയിലും ഉത്കണ്ഠപ്പെടേണ്ടതില്ലെന്നും തന്റെ നാഥനോടൊപ്പം താൻ ഏറ്റവും സന്തുഷ്ടയായി കഴിയുകയാണെന്നും അവർ തന്നെ എപ്പോഴും അനുഗ്രഹിക്കുമെന്ന് ഔത്സുക്യപൂർവ്വം പ്രതീക്ഷിക്കുന്നുവെന്നും പറയാനായി എന്നെ ചുമതലപ്പെടുത്തി. മാതാപിതാക്കന്മാരുടെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും പറ്റി താൻ അന്വേഷിക്കാറുണ്ടെന്ന് അറിയിക്കണമെന്നും അപേക്ഷിച്ചു. ഇനിയും താമസിപ്പിക്കരുതെന്ന് രാമന്റെ ആഗ്രഹമെന്ന് തോണിക്കാരൻ തോന്നി. അതുകൊണ്ട് അവൻ തുഴ വെള്ളത്തിലിട്ടു തുടങ്ങി. ഉടനെ തോണി നീങ്ങിത്തുടങ്ങി. സ്പഷ്ടമായും മരവിച്ച ഒരു ഹൃദയ ഉമൈ ഞാൻ നീങ്ങിപ്പോയിക്കൊണ്ടിരുന്ന തോണിയെത്തന്നെ നോക്കിക്കൊണ്ടുനിന്നു. ആ നദീതീരത്തിൽ ഞാൻ വളരെ നേരം നിന്നിട്ടുണ്ടായിരിക്കണം. രാമന്റെ കൽപ്പന നടപ്പിൽ വരുത്തേണ്ട ആവശ്യത്തിനായി നിർബന്ധമായും എനിക്ക് മടങ്ങേണ്ടിയിരുന്നു. അല്ലെങ്കില് ഞാൻ തീർച്ചയായും ഗംഗയിൽ മുങ്ങി മരിക്കുമായിരുന്നു. ഞാനത്രയും നിരാശനായിത്തീർന്നിരുന്നു. രാമസന്ദേശം ഇവിടെ അങ്ങേക്കെത്തിക്കുകയെന്ന ഒരൊറ്റ ആവശ്യത്തിനുവേണ്ടി മാത്രമാണ് ഞാൻ എന്റെ ജീവിതം തുടർന്നത്. രാമനില്ലാത്ത അയോധ്യ പരിത്യക്തവും ഭയാനകവുമായ ഒരു കൊടുങ്കാടുപോലെ എനിക്ക് തോന്നുന്നു. രാമനിൽ നിന്നും സീതയിൽ നിന്നുമുള്ള മൃദുവും മധുരവുമായ സന്ദേശങ്ങൾ സുമന്ത്രരിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്ന ദശരഥന് മനോവ്യഥ അടക്കാൻ കഴിഞ്ഞില്ല. സംഭവിച്ചതൊന്നും അദ്ദേഹത്തിന് മറക്കാനും കഴിഞ്ഞില്ല. അദ്ദേഹം ബോധരഹിതനായി. കൊഴുത്ത ചെളിയിൽപ്പെട്ടുപോയ മത്സ്യം അതിൽ നിന്നും രക്ഷപ്പെടാനായി ഞെലിപിരികൊള്ളുന്ന പോലെ ചക്രവർത്തിക്ക് ശ്വാസം മുട്ടി. അദ്ദേഹത്തിന്റെ സ്ഥിതി കണ്ടപ്പോൾ രാജ്ഞി ഹൃദയഭേദകമായി പൊട്ടിക്കരഞ്ഞു. നിരാശാജനകമായ കഠിനവേദന അനുഭവിക്കുന്ന ആ നിമിഷം വർണ്ണിക്കാൻ വാക്കുകൾക്ക് കഴിയുകയില്ല. അവരുടെ ദുഃഖം കണ്ടുകൊണ്ടിരുന്ന ഒരാൾക്കുപോലും അത് സഹിക്കാനായില്ല. രാജ്ഞിയുടെ പ്രാണവേദന, ചക്രവർത്തിയുടെ പ്രാണവേദന, തലസ്ഥാന നഗരിയിലെ പരിചാരികമാരുടെ പ്രാണവേദന നഗരത്തിൽ മുഴുവൻ കുഴപ്പവും കലകവും പരത്തി. പെട്ടെന്നുണ്ടായ ഇടിവെട്ടുമൂലം പാതിരാത്രിയിൽ ഭയചകിതരായ പക്ഷികളെപ്പോലെ തലസ്ഥാന നഗരിയിലെ നിവാസികൾ ഭയപ്പെട്ട് അങ്ങുമിങ്ങും ചിതറി ഓട്ടി. വെള്ളത്തിൽ നിന്നും പിഴുതെറിഞ്ഞ താമരത്തണ്ട് വേഗത്തിൽ വാടിപ്പോകുന്നതുപോലെ ചക്രവർത്തി ആസന്നമരണനായിരുന്നു. തൊണ്ടയിൽ നിന്നും വാക്കുകൾ പുറപ്പെട്ടില്ല. നാവു വരണ്ടു. ഇന്ദ്രിയങ്ങൾ മന്ദീഭവിച്ചു. കൗസല്യ ചക്രവർത്തിയെ ഉറ്റുനോക്കി. സൂര്യവംശത്തിലെ ആദിത്യൻ അസ്തോന്മുഖനാണെന്ന് അവർ കണ്ടു.
അവർ ധൈര്യം സമാഹരിച്ച് അടുത്തെന്ന് ഭർത്താവിന്റെ ശിരസ് മടിയിലെടുത്തുവെച്ചു. ആശ്വാസത്തിന്റെയും സുഖത്തിന്റെയും അല്പം ചില വാക്കുകൾ അദ്ദേഹത്തെക്കൊണ്ട് ശ്രദ്ധിപ്പിക്കുവാൻ ശ്രമിച്ചു. അവർ പറഞ്ഞു, നാഥാ, സീതയും രാമനും ലക്ഷ്മണനും ഉടനെ വന്ന് അങ്ങയെ കാണുന്നതാണ്. എന്റെ വാക്കുകൾ കേൾക്കൂ. ധൈര്യപൂർവം സ്വയം ശക്തി നേടൂ. ഇത്രയും കരുണാർദ്രമായി അദ്ദേഹത്തിന്റെ ചെവിയിൽ അപേക്ഷിച്ചപ്പോൾ ദശരഥൻ കണ്ണു തുറന്ന് വ്യക്തമായി സംസാരിച്ചു. കൗസല്യേ, എന്റെ രാമനെവിടെ? എന്നെ കാണിക്കൂ. അവനെവിടെ? എന്നെ അവന്റെ സമീപം കൊണ്ടുപോകൂ. എന്റെ സുന്ദരിയും പ്രായം കുറഞ്ഞവളുമായ പുത്രവധു ഇപ്പോൾ ഇവിടെയില്ലേ? പിന്നെ ലക്ഷ്മണൻ, അവനെവിടെ? അവനെ എവിടെ കാണുന്നില്ലല്ലോ. ദശരഥൻ തലകുനിച്ചു. അദ്ദേഹത്തിന് തല ഉയർത്താൻ കഴിഞ്ഞില്ല. ദുഃഖഭാരം അത്രയും കനത്തതായിരുന്നു. അല്പനിമിഷങ്ങൾക്കുശേഷം ശ്രവണന്റെ പിതാവായ അന്ധനായ താപസൻ തന്നിൽ പ്രയോഗിച്ച ശാപവചസ് ചക്രവർത്തി ഓർത്തു. അദ്ദേഹം വളരെ വിഷമിച്ചെഴുന്നേറ്റിരുന്നു. ക്ഷീണസ്വരത്തിൽ കൗസല്യയോട് ആ ശാപത്തിന്റെ കഥ പറയാനാരംഭിച്ചു. കൗസല്യേ, ഒരിക്കൽ ഞാൻ നായാട്ടിനായി കാട്ടിലേക്കു പോയിരുന്നു. ഒരു വലിയ സംഘം ഭടന്മാരും നായാട്ടുകാരും എന്നെ അനുഗമിച്ചു. അന്നു മുഴുവൻ ഞങ്ങൾക്കൊരു മൃഗത്തെയും കണ്ടുമുട്ടാനായില്ല. പക്ഷെ ഒഴിഞ്ഞ കൈയോടെ വേട്ടയാടി ഒന്നിനെയെങ്കിലും കൊല്ലാതെ തലസ്ഥാന നഗരിയിലേക്ക് മടങ്ങില്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ രാത്രിയിൽ കാട്ടിലേക്കു കടന്നു. രാത്രി മുഴുവൻ കാത്തിരുന്നിട്ടും പ്രയോജനമുണ്ടായില്ല. നേരം പുലരാറായപ്പോൾ സമീപമുള്ള തടാകത്തിൽ ജലമിളകുന്ന ശബ്ദം കേട്ടതായി തോന്നി. ഏതെങ്കിലും വലിയൊരു മൃഗം ജലം കുടിക്കാനെത്തിയതാണെന്ന് ഞാൻ അനുമാനിച്ചു. ശബ്ദം കേട്ട ദിക്കിൽ അസ്ത്രം എയ്തു കൊള്ളിക്കാൻ എനിക്ക് സാധ്യമായിരുന്നതുകൊണ്ട് ഞാൻ വില്ലുകുലച്ച് നിശ്ചിതവും ലക്ഷ്യം തെറ്റാത്തതുമായൊരു ബാണം തൊടുത്തുവിട്ടു. അത് വായുവേഗത്തിൽ പറന്നു ചെന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ ജീവിയിൽ തറച്ചു. പെട്ടെന്ന് ആ ദിക്കിൽ നിന്നും അയ്യോ എന്നൊരാർത്തനാദം ഞാൻ കേട്ടു. ഞങ്ങൾ ഭയന്നുപോയി. ഞാൻ ഭടന്മാരോടുകൂടി ഓടിച്ചെന്നപ്പോൾ, ഹോ, കണ്ടാഴ്ച! ഞാൻ കൊന്നത് മൃഗത്തെയായിരുന്നില്ല, ഒരു തപസ്വിയുടെ യുവാവായ മകനെയുമായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് കുനിഞ്ഞുനിന്ന് വന്നുപോയ അപരാധത്തെ പൊറുക്കണമെന്നപേക്ഷിച്ചു. മുനിപുത്രൻ എന്നോട് പറഞ്ഞു, ചക്രവർത്തി, അങ്ങ് ദുഃഖിക്കേണ്ട. എന്റെ ഈ അപേക്ഷ നിറവേറ്റ. അങ്ങ് ചെയ്ത കുറ്റത്തിന് അത് മതിയായ പരിഹാരമാവും. എന്റെ പേര് ശ്രാവണൻ എന്നാണ്. എന്റെ അച്ഛനും അമ്മയും അന്ധരാണ്. അവരെ രണ്ടാലെയും ശുശ്രൂഷിച്ചുകൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടുകയായിരുന്ന ഞാൻ. എനിക്കാവശ്യമുള്ള എല്ലാ സുഖവും സന്തോഷവും ആ സേവനം നൽകുമായിരുന്നു. ആത്മസാക്ഷാത്കാരം നേടാൻ സഹായിക്കുന്ന ആ പരമോന്നതജ്ഞാനം കൊണ്ട് ഞാൻ അനുഗ്രഹീതനായിരുന്നു. അവരിപ്പോൾ അതീവ കഠിനമായ ദാഹം കൊണ്ട് വിഷമിക്കുകയാണ്. അവർക്ക് വെള്ളം കൊടുക്കാനായിരുന്നു ഞാൻ ജലപാത്രവും കൊണ്ട് ഇവിടെ വന്നത്. അങ്ങ് ഞാനൊരു വന്യമൃഗമാണെന്ന് ധരിച്ച് എന്റെ നേർ കമ്പെയ്തു. വിധിയുടെ നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കാൻ ആർക്ക് കഴിയും? എന്റെ മാതാപിതാക്കന്മാർക്ക് വെള്ളവും കൊണ്ട് ചെല്ലാതാവുന്ന വിധമാണെന്റെ ഇപ്പോഴത്തെ സ്ഥിതി. അതുകൊണ്ട് ഈ പാത്രത്തിലെ ജലവുമായി അവരുടെ സമീപം പോകണം. വടക്കുമാറിപ്പോയാൽ മതി. കുറേ ചെല്ലുമ്പോൾ അവിടെ ഒരു ചെറിയ പർണശാല കാണാം. അവിടെ ചെന്നിട്ട് അവരുടെ ദാഹം തീർക്കുക. അതിനുശേഷം എനിക്കെന്താണിവിടെ വന്നുപെട്ടതെന്ന് അവരോട് പറയുക. ദാഹം തീർക്കുന്നതിനു മുമ്പായി എന്റെ വിവരങ്ങളൊന്നും പറയരുത്. ഇത്രയും പറഞ്ഞ് എന്റെ കൈയിൽ ജലപാത്രവും തന്ന് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. കൗസല്യേ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കന്മാർക്കു വേണ്ടി അദ്ദേഹം എത്ര പരിതാപകരമായി ഉത്കണ്ഠയുള്ളവനായിരുന്നുവെന്നോ. അദ്ദേഹത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ച് അദ്ദേഹം അസ്വസ്ഥപ്പെട്ടതേയില്ല. അദ്ദേഹം പരുഷമായി ഒരു വാക്കുപോലും എന്നോട് പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞ മൃദുമധുരവും പ്രേമമയവുമായ വാക്കുകൾ എന്റെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നു. അവസാന ശ്വാസത്തോടുകൂടി അദ്ദേഹം 3 വട്ടം ഓം 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 എന്ന പവിത്രമായ പ്രണവം വ്യക്തമായി ഉച്ചരിച്ചു. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ശാന്തവും ധീരവുമായ അന്ത്യത്തെയും കണ്ട ഞാൻ എന്റെ പാപത്തിന്റെ പിഴ തീർക്കുവാനായി അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം നിറവേറ്റാൻ തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞ കുടിലിലേക്ക് ഞാൻ ക്ഷണമേ ചെന്നു. ജലപാത്രം അവരുടെ കൈകളിൽ വെച്ചു. ഒരക്ഷരവും ഉരിയാടാതെയാണിത് ചെയ്തത്. പക്ഷേ ആ അമ്മയച്ചന്മാർ എന്നോട് അനേകം ചോദ്യങ്ങൾ ചോദിക്കുവാൻ തുടങ്ങി. അവർ അന്വേഷിച്ചു, മകനേ, നീ ഇത്രയും സമയമെടുത്തതെന്തിനാണ്? ഈ താമസത്തിന്റെ കാരണമെന്ത്? അവർ കൈകൾ മുന്നോട്ട് നീട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വീശി മകനെ സ്പർശിക്കുകയും അവന്റെ സാന്നിധ്യം അനുഭവപ്പെടുത്തുകയുമായിരുന്നു അതുകൊണ്ടദ്ദേഹിച്ചിരുന്നു. ഞാനൽപ്പം പിന്നോട്ടു മാറി. ഇതിനിടയിൽ വൃദ്ധദമ്പതികൾ പറഞ്ഞു, മകനേ, നീ എന്താണ് ഞങ്ങളോടൊന്നും മിണ്ടാത്തത്? ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും ചെയ്താലല്ലാതെ നീ കൊണ്ടുവന്ന വെള്ളം ഞങ്ങൾ കുടിക്കില്ല. ശ്രാവണന്റെ ജഡം എന്റെ പിന്നാലെ പർണശാലയിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ഭടന്മാർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു.
അവർ ഈ ഘട്ടത്തിൽ അതുമായി എത്തിച്ചേർന്നു. ഞാൻ ആ ജഡം അമ്മയ്ക്ക് കയ്യെത്താവിനെടുത്തു വെച്ചു. അവർ ഈ ശരീരം സ്പർശിച്ചു. വളരെ കരുണാർദ്രമായി കരഞ്ഞു. എനിക്കത് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ അമ്മ ദുഃഖം ഒട്ടൊക്കെ സഹിച്ചു എന്നോട് പറഞ്ഞു, ചക്രവർത്തി, ഞങ്ങളുടെ മകൻ നഷ്ടപ്പെട്ടത് കാരണം ഞങ്ങളുടെ ജീവിതം ഇനിയും നീട്ടിക്കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് വയസ്സായിരിക്കുന്നു. ഞങ്ങളെ ശുശ്രൂഷിക്കുവാനും പോറ്റുവാനും ഇനി ആരുണ്ട്? അങ്ങ് അവനെ കൊന്നപോലെ ഞങ്ങളെയും കൊല്ലുക. അല്ലെങ്കിൽ ഒരു ചിതകൂട്ടി ഞങ്ങളുടെ പുത്രനോടൊപ്പം ആത്മാഹുതി ചെയ്യാൻ സൗകര്യപ്പെടുത്തുക. ഞാൻ തലകുനിച്ച് അവരുടെ ആജ്ഞ അനുസരിച്ചു. ഉണക്കവിറകുകൾ മേൽക്കുമേൽ വെച്ച് ഞാൻ ചിതയൊരുക്കി. പുത്രന്റെ ജഡം അതിന്മേൽ വെച്ചു. അവർ അതിൽ യോഗശക്തിയാൽ അഗ്നി ജ്വലിപ്പിച്ചു. പിന്നീട് സ്വയം ദഹനം നടത്തി. ആത്മാഹുതിക്ക് മുമ്പായി അവർ എന്നോട് പറഞ്ഞു, അവരുടെ ആ പുണ്യശാപം ഇന്ന് സത്യമായിരിക്കയാണ്. ഈ സമയം ദശരഥൻ വിശ്രമിക്കാനും മനക്ഷോഭം നിയന്ത്രിക്കാനുമായി അല്പനേരം മിണ്ടാതിരുന്നു. കൗസല്യ അദ്ദേഹത്തെ സാന്ത്വനപ്പെടുത്തി. സമാശ്വാസവും മനഃശാന്തിയും നൽകി. അവർ പറഞ്ഞു, നാഥ, ആ അമ്മയും അച്ഛനും എന്തു പറഞ്ഞു? പറയൂ, എനിക്കത് കേൾക്കാൻ ഉത്കണ്ഠയുണ്ട്. ദശരഥൻ കുറേനേരം മിണ്ടാതിരുന്ന ശേഷം മെല്ലെ പറഞ്ഞു, കൗസല്യേ, എനിക്കെന്തു പറയാൻ കഴിയും? എനിക്കാ വാക്കുകൾ എങ്ങനെ ആവർത്തിക്കാനാവും? അവർ പറഞ്ഞു, നിന്റെ പുത്രന്റെ വേർപാടിൽ അസഹ്യമായ പ്രാണവേദനയോടുകൂടി നീ ഞങ്ങളിപ്പോൾ ചെയ്യുന്നതുപോലെ നിന്റെ ജീവിതം അവസാനിപ്പിക്കും. അനന്തരം അഗ്നിജാലകളിൽ അവർ ശരീരം ദഹിപ്പിച്ചു. ആ കാലത്ത് എനിക്ക് പുത്രനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരുടെ ശാപം എങ്ങനെ എന്നെ ബാധിക്കുമെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. അവരുടെ വാക്ക് എങ്ങനെ സത്യമാകുമെന്ന് ഞാനുള്ളിൽ ചിന്തിച്ചു.